ശ്യാം ദേവരാജിലേക്ക് വീണ്ടും നമ്മൾ പോകുന്നു. ശ്യാം ദേവരാജ്, 6 പ്രതികൾക്കും നിലവിൽ ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ നൽകണം, പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചതെങ്കിലും മറ്റു കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നായിരുന്നില്ലേ കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. എന്തായിരിക്കും ശിക്ഷാവിധി എന്ന് നിമിഷങ്ങൾക്കകം തന്നെ തിരിച്ചറിയാം. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ 6 പ്രതികളാണ് കുറ്റക്കാരെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയത്. ഈ 6 പ്രതികളുടെ ശിക്ഷാവിധിയിലാണ് അല്പസമയത്തിനുള്ളിൽ ആ ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതികൾ ആ പ്രതിക്കൂട്ടിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ വിധിയറിയാം. ഇതിൽ 1-ാം പ്രതിയായ പൾസർ സുനിക്ക് ലഭിക്കുന്ന ശിക്ഷ മറ്റുള്ള എല്ലാ പ്രതികൾക്കും ലഭിക്കുമോ എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതായത് 1-ാം പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം, അതായത് ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തം ശിക്ഷ നൽകണം എന്നൊരു ആവശ്യം പ്രോസിക്യൂഷൻ ഉയർത്തി. അതേ വാദം അതേ ശിക്ഷ തന്നെ മറ്റുള്ള പ്രതികൾക്ക് നൽകണം എന്ന കാര്യമാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആവശ്യം കോടതി അംഗീകരിക്കുമോ, അതോ 1-ാം പ്രതി പൾസർ സുനിക്ക് ഒരു ശിക്ഷയും മറ്റുള്ള പ്രതികൾക്ക് മറ്റൊരു ശിക്ഷയും ആയിരിക്കുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി വിധി പറയും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയും ചെയ്തത്. 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി. എന്തായാലും കൂട്ടബലാത്സംഗം, ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കൂട്ടബലാത്സംഗ കുറ്റം, ആ കൂട്ടബലാത്സംഗ കുറ്റത്തിന് പരമാവധി ശിക്ഷയായ ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തം നൽകുമോ? ഒപ്പം ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് ഉറപ്പായും ഒരു ജീവപര്യന്തമാണ്. എന്തായാലും ഈ 6 പ്രതികൾക്കും ജീവപര്യന്ത ശിക്ഷ ലഭിക്കും എന്നത് ഏതാണ്ട് ഉറപ്പാണ്. 6 പ്രതികളുടെയും ശിക്ഷാവിധി അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി പ്രഖ്യാപിക്കും. അത് ഇരട്ട ജീവപര്യന്തമായാലും ശരി, പ്രത്യക്ഷത്തിൽ അത് ഒറ്റ ജീവപര്യന്തം ശിക്ഷ എന്നത് കാരണം ഇരട്ട ജീവപര്യന്തം ശിക്ഷ നൽകിയാലും അത് ഈ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന ഒരു ഘടകത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഈ ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഈ 6 പ്രതികൾക്കും ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ കോടതി നടപടികൾ ആരംഭിക്കും. ആ കോടതി നടപടികൾ ആരംഭിച്ചാൽ തന്നെ പ്രതികൾക്കുള്ള ശിക്ഷാവിധിയാണ്. ശിക്ഷാവിധി ഉടൻ ഉണ്ടാകും. നമ്മൾ വീണ്ടും സജോ ദേവസ്യയിലേക്ക് പോകുന്നു. സജോ ദേവസ്യ, കോടതി നടപടികൾ തുടങ്ങിയോ? സുജയ, അല്പസമയത്തിനകമായിരിക്കും കോടതി നടപടികൾ ആരംഭിക്കുക. പ്രതികൾ എല്ലാവരും പ്രതിക്കൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അഭിഭാഷകർ കോടതിയിൽ എത്തിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളും ഇതിനകം കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇനിയിപ്പോൾ നേരെ കോടതി നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അതായത് നേരിട്ട് വിധി പ്രസ്താവം വായിക്കുന്നതിലേക്കായിരിക്കും കടക്കുക. അതായത് രാജ്യമാകെ 8.25 വർഷം കേട്ട ചർച്ച ചെയ്ത സുപ്രധാനമായ ഒരു കേസിന്റെ അതിസുപ്രധാനമായ വിധി പ്രസ്താവത്തിലേക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണി എം വർഗീസ് കടക്കുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനം 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ശിക്ഷ എന്താണ്, അതിനും ശേഷവും അവശേഷിക്കുന്ന ആകാംക്ഷയുമുണ്ട്. കാരണം ആയിരക്കണക്കിന് പേജുകൾ, നമ്മൾ ഇപ്പോൾ തന്നെ കരുതുന്ന ആയിരക്കണക്കിന് പേജുകളുള്ള വിധി പ്രസ്താവമാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഈ പ്രതികളുടെ ശിക്ഷ എന്താണ്, അത് വെവ്വേറെ ശിക്ഷ തന്നെ ആയിരിക്കും എന്നതാണ്. 1-ാം പ്രതിയുടെ കാര്യത്തിലടക്കം നേരത്തെ ഈ കുറ്റകൃത്യം സംബന്ധിച്ച് പരമാവധി ശിക്ഷ എല്ലാ പ്രതികൾക്കും നൽകണമെന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതേസമയം പ്രധാനമായും കോടതി തിരിച്ചു ചോദ്യം ആരാഞ്ഞത് കുറ്റകൃത്യത്തിലെ പങ്കാളിത്തം അനുസരിച്ചുള്ള ശിക്ഷാവിധിയല്ലേ വേണ്ടത് എന്നതായിരുന്നു. പക്ഷേ അത് സമൂഹത്തിനുള്ള സന്ദേശമടക്കം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നതും വിക്ടിം അനുഭവിച്ച അതിജീവിത അനുഭവിച്ച വേദന, ട്രോമ, അവർ കടന്നുപോയ അപമാനം ഒക്കെ ഇക്കാര്യത്തിൽ പരിഗണനയ്ക്കെടുക്കണം എന്ന വാദമുഖങ്ങളും ഉന്നയിച്ചു. അതടക്കം എല്ലാ വാദമുഖങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് വിധി പ്രസ്താവത്തിലേക്ക് കോടതി കടക്കുന്നത്. 2 കാര്യങ്ങളാണ് പ്രധാനമായും അറിയേണ്ടത്. ഒന്ന്, 6 പ്രതികൾക്കുമുള്ള ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ. മറ്റൊന്ന്, കുറ്റവിമുക്തരാക്കിയ ആളുകൾ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയതിന്റെ ഗ്രൗണ്ട്. ഈ വിശദാംശങ്ങളാണ് ഇനി രാജ്യം ഉറപ്പായും ഉറ്റുനോക്കുന്നത്.